Hello students, in today's video we are going to discuss about atomic number and mass number. So in our previous videos we had seen about the discovery of electron, proton and neutron. നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുമ്പുള്ള വീഡിയോസിലൊക്കെ എങ്ങനെയാണ് സബ് ആറ്റോമിക് പാർട്ടിക്കിളായ ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഇതിന്റെ ഡിസ്കവറി നടന്നത്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മുടെ എന്ത് ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഇനി ഇത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് പാരാമീറ്റേഴ്സാണ് ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റീനെ ഡിഫൈൻ ചെയ്യാനുള്ള രണ്ട് പാരാമീറ്റേഴ്സാണ്. ഫസ്റ്റ് വൺ ഈസ് അവർ ആറ്റോമിക് നമ്പർ. എങ്ങനെയാണ് നമ്മൾ ആറ്റോമിക് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുക? ആറ്റോമിക് നമ്പർ ഈസ് റെപ്രസെൻറ്റഡ് ആസ് ക്യാപിറ്റൽ Z. എന്താണ് ഈ ക്യാപിറ്റൽ Z? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. And second parameter we can say that it is also represented by mass number. Mass number is represented by capital A and mass number is the number of protons plus number of neutrons in an atom. So we can say that how can we represent? We can represent it as X, A, Z. എങ്ങനെയാണ് നമ്മൾ ഒരു ആറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് XAZ. വെർ A പറയുന്നത് എന്താണ്? നമ്മുടെ ഇറ്റ് ഈസ് ദ മാസ് നമ്പർ ആൻഡ് Z പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അപ്പോൾ ഈ X പറയുന്നത് എന്താണ്? X നമ്മുടെ ഏത് ആറ്റമാണോ നമ്മൾ എടുക്കുന്നത് ആ ആറ്റത്തിൻ്റെ കെമിക്കൽ സിമ്പിളിനെയാണ് നമ്മൾ എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്? X ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഹീലിയത്തിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഹീലിയം 42. സിമിലർലി കാർബണിൻ്റെ കേസിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? കാർബൺ 612. ഹിയർ വാട്ട് ഈസ് ദിസ് 4? 4 എന്താണ് നമ്മുടെ? 4 ഈസ് ദ മാസ് ഓഫ് ഹീലിയം. മാസ് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണ്? ആറ്റോമിക് നമ്പർ എത്രയാണ്? 2 ആണ്. സോ 2 + 2 ഗീവ്സ് എന്താണ്? ദ മാസ് നമ്പർ. സിമിലർലി കാർബണിൻ്റെ കേസിൽ നോക്കുക. 6 പറയുന്നത് നമ്മുടെ എന്താണ്? ഇറ്റ് ഈസ് ദ ആറ്റോമിക് നമ്പർ ഓഫ് കാർബൺ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ ഗീവ്സ് എന്താണ്? മാസ്, വിച്ച് ഈസ് ഈക്വൽ ടു 12. ഇനി നമ്മളൊരു ന്യൂട്രൽ മോളിക്യൂളാണ് എടുക്കണമെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളിവിടെ നോക്കുക, ഈ എടുത്തിരിക്കുന്ന രണ്ട് എക്സാമ്പിളും എന്താണ്? ന്യൂട്രൽ ആണ്. അതിൽ വേറെ ചാർജ് ഒന്നുമില്ല. അപ്പോൾ എന്തിനാണ് നമ്മൾ ന്യൂട്രൽ മോളിക്യൂൾ എന്ന് പറയുക? ഇൻ വിച്ച് ദർ ഈസ് നോ ഓവറോൾ ചാർജ് ഈസ് ദർ. When we say that no overall charge, that is, we can say that number of protons is equal to എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. എപ്പോഴാണ് ഒരു ആറ്റം ന്യൂട്രൽ ആവുക? നമ്പർ ഓഫ് പ്രോട്ടോൺസ്. പ്രോട്ടോൺസ് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇറ്റ് ക്യാരീസ് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജ്. ആൻഡ് വെൻ വി സേ ഇലക്ട്രോൺ ഇറ്റ് ഹാസ് വാട്ട് ചാർജ്? ഇറ്റ് ഹാസ് എ നെഗറ്റീവ് ചാർജ്. So for an atom to be neutral, the number of proton is equal to number of electrons. So ഈ രണ്ട് കേസിൽ നമുക്ക് number of proton 6 ആണ്. So what is the number of electron? It will be also 6. അപ്പം നമ്മളിവിടെ ന്യൂട്രൽ ആറ്റം എന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ വി ആർ ടേക്കിംഗ് ദ കേസ് ഓഫ് മാഗ്നീഷ്യം. മാഗ്നീഷ്യം നമുക്കറിയാം, മാഗ്നീഷ്യം ഈസ് 12, 24. ബട്ട് ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു പോസിറ്റീവ് ചാർജ് തന്നിട്ടുണ്ട്. എന്താണ് നമ്മുടെ പോസിറ്റീവ് ചാർജ്? 2 plus is given. So in this case we cannot say that the number of proton is equal to number of electron. Why? ഇവിടെ കാണാം, നമുക്കറിയാം പ്രോട്ടോൺ പറയുന്നത് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. ഇവിടെ രണ്ട് പോസിറ്റീവ് ചാർജ് എക്സ്ട്രാ ആണ്. സോ ഇൻ ദിസ് കേസ് we can say that the number of proton is greater than എന്താണ്? number of electron. So how to find out the electron? The number of electron in this particular case, in this positively charged species, will be total number of protons minus 12. അപ്പോൾ എത്രയാണ് total number of protons? 12 minus what is the charge? plus 2. രണ്ടെണ്ണം എക്സ്ട്രാ ആണ്, കൂടുതലാണ്. So it will be equal to 10. So the number of electrons in this positively charged species എത്രയാണ്? 10. Similarly നമ്മൾ പോസിറ്റീവ്ലി ചാർജ് എടുത്ത പോലെ തന്നെ let us take an example for N7 14 3 മൈനസ്. ഇവിടെ എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. അപ്പം നമുക്ക് ഇതിനെ എന്ത് പറയാം? ഇറ്റ് ഈസ് എ negatively charged species. So find out the number of electrons in this negatively charged species. പറയുമ്പോൾ ഇവിടെ എന്താണ്? ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതലാണ്. ഏതിനേക്കാട്ടിലും കൂടുതലാണ്?
The number of electron is greater than what? It is greater than number of protons. So, namukku engane ezhudam? Number of proton plus 3 gives the number of electron. So, what is the number of protons? Number of proton is 7 plus 3, that is equal to 10. So, in the case of negatively charged species, endu cheyanam? Proton appam you have to add plus 3. Karanam endana? Negative charge koodudalana. So, in this case, we can say that the number of electron is what? The number of electron is 10. So, we can say that based upon the number of electrons or based upon the mass number and atomic number, we can say that there are 3 species. Relation between 2 elements can be represented in form of 3 species. What are they? First one is our isotope, second is our isotone, and the third one is our isobars. Isobars, isotone and isotope. Based on what? Based on A and Z value. What is A and Z value? That is our mass number and atomic number. So, what are isotopes? We can say that in the case of isotope, the value for Z is same. What is Z? It is our atomic number. And the mass number is different in the case of edana isotope. For example, namukku edukam chlorine 1735 and chlorine 1737. You can see that in this case the number of proton is equal. Since the number of proton is equal, what is that? The atomic number is same. But in the case of mass number, it is different. These type of species are called as endana isotope. The most common example that we have already learned. Cheriya class il padicha example edakkiyana namukkariyam hydrogente proton, hydrogente isotope edakkiyana deuterium, protium, deuterium and edana tritium. Here you can see what is that? The value for Z equal to same, but the value for A is different. Now coming to isotone, what are isotones? Isotones means they will have same number of neutrons. The same number of neutrons. So how to find out the neutrons? Let us take the example. We have taken sodium and magnesium. So in this case, നോക്കാം നമ്മുടെ എന്താണ് വ്യത്യാസം? നമ്മുടെ രണ്ട് കേസിലും atomic number different ആണ്, mass number different ആണ്. So what is we have already learned? എന്തിനെയാണ് നമ്മൾ mass number എന്ന് പറയുക? A is represented as number of proton plus എന്താണ്? number of neutron. അല്ലേ? A എങ്ങനെ represent ചെയ്യുക? A is represented as, what is that? A is number of proton plus our number of neutron. So in this case we can say that the number of neutrons, let us see. ആദ്യത്തെ കേസിൽ എത്രയാണ്? 23 minus 11. സോഡിയത്തിന്റെ കേസിൽ എത്രയാണ്? 12. So what is the number of proton? Our A value is given. Mass number എത്രയാണ്? Mass number 23 minus number of protons എത്രയാണ്? It is 11. So we can find out the number of neutron. Similarly, for magnesium also, what is the mass number? It is given as 24 minus number of protons. So 12. So you can see that in both cases the number of neutron is same. So these type of species are called as what? They are called as isotones. Now coming to isobars. Isobars will have the value for A same. What is the value for A? A പറഞ്ഞ mass number same ആയിരിക്കും. So what will be different? In the case of isobar, they will have different atomic number. We can take the example carbon 14, 6 and nitrogen 14, 7. These are examples of isobar. You can see that in this case, what is same? The mass number is same. Both are having 14, 14. But what is different? The atomic number is different. Hope this video is clear.